ശരിക്കും ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്ന ഒരാൾ, സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് നിങ്ങളെ എൻ്റെ ബിസിനസ്സിലെ ഞാൻ ആരെയാണ് ഫസ്റ്റ് ഹയർ ചെയ്തത്? ആക്ച്വലി ഒരു ബിസിനസ്സിലേക്കാണെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ഹയറിങ് ആരെ ചെയ്യണം, ഫസ്റ്റ് ആരൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ള. സോ ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ആണ് നമ്മൾ ബേസിക്കലി ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. നിങ്ങളൊരു ബിസിനസ്സിലേക്ക് കടക്കുന്നവരോ അല്ലെങ്കിൽ ബിസിനസ് റൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊരു ബഡ്ഡിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അടുത്ത നെക്സ്റ്റ് എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആരാണ് ആക്ച്വലി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി നമ്മളെ ഫൗണ്ടേഴ്സ് അതുപോലെ തന്നെ ഓണ്ടർപ്രണേഴ്സിന് വേണ്ട റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതെന്തായാലും നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകും. കാരണം ഞാൻ ഈ പറയുന്ന എല്ലാ സാധനവും എൻ്റെ ബിസിനസ്സിൽ ഞാൻ കിട്ടി പഠിച്ച കാര്യങ്ങളും ചെയ്ത് മിസ്റ്റേക്ക് ആയ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പറഞ്ഞുതരാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ റീസെൻ്റ്ലി ഒരു ബിസിനസ്സിൻ്റെ ഒരു ക്ലാസ് സെഷൻ എടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വൺ ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്നെ പേഴ്സണലി കണക്ട് ചെയ്ത് എന്നോട് ചോദിച്ചായിരുന്നു, സാർ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആരെ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഴ്സിൻ്റെ എല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് ഒരാളെ വേണം എന്നുള്ളത് തോന്നുമല്ലോ. പക്ഷേ ശരിക്കും അത് ആരെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? എച്ച് ആറിനാണോ എടുക്കുന്നത്, അതോ ഇനി നമ്മളെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ ഫോക്കസ് ചെയ്തിട്ടാണോ എടുക്കേണ്ടത്, സെയിൽസിലാണോ എടുക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ ഞാൻ അതിന് ആൻസർ ചെയ്യുന്നത് എൻ്റെ റിലേറ്റ് ചെയ്ത ആൻസറും വെച്ചിട്ടാണ്. പ്ലസ് ബേസിക് ആയിട്ട് എല്ലാ ബിസിനസ്സിനും വേണ്ട രീതിയിലാണ് ഞാൻ എന്താക്കാൻ പോകുന്നത്, എൻ്റെ ഒരു ആൻസർ പറയാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ ബിസിനസ്സിൽ നമ്മൾ എഡ്യൂസോൾവിൻ്റെ സമയത്ത് ബേസിക്കലി നമ്മൾ ടീച്ചേഴ്സ് ആയിരുന്നു. നമ്മൾ തന്നെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നു, നമ്മൾ തന്നെ സെയിൽസ് ആക്കുന്നുണ്ട്, നമ്മൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, നമ്മൾ തന്നെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന സമയത്ത് എല്ലാം നമ്മൾ തന്നെ ആയിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ സമയത്ത് സ്റ്റുഡൻസ് കൂടുന്ന സമയത്ത് നമുക്ക് ശരിക്കും നമ്മളെ ഫസ്റ്റ് എംപ്ലോയി വരുന്നത് ഇൻ ഓപ്പറേഷണൽ സൈഡിലായിരുന്നു. മോർ ദാൻ സെയിൽസ് ഓർ മാർക്കറ്റിംഗ് ഇതിനെ ഉപരി നമ്മൾ ഫസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ഓപ്പറേഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നു ബേസിക്കലി നമ്മൾ ഹയർ ചെയ്തത്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ മെല്ലെ മാർക്കറ്റിംഗ് പ്ലസ് സെയിൽസിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് വരുന്ന രീതിയിലേക്ക് നമ്മൾ മാക്സിമം ബിൽഡ് ചെയ്തെടുത്തത് ആ രീതിയിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഫോക്കസ് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ആയിരുന്നു. അപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് ടു ബിസിനസ് ചേഞ്ച് ആവും. ഓക്കെ, നിങ്ങളുടെ ബിസിനസ് എന്താണ്? ഇപ്പൊ ഏജൻസി റിലേറ്റഡ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യലി വേണ്ടത് തന്നെ എന്തായിരിക്കും? ഇന്റേണൽ ടീം, ക്രിയേറ്റീവ് ടീം ആയിരിക്കും വേണ്ടത്. അപ്പൊ നിങ്ങളെ ബിസിനസ് എന്താന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്താക്കാൻ, ടീമിനെ ബിൽഡ് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ചാടിക്കറി എന്താക്കരുത്, ഇപ്പൊ നമുക്കൊരു HR വെച്ചാൽ എന്താണ്, അതല്ലാതെ നിങ്ങളെ ബിസിനസ്സിന് ഡിമാൻഡ് ചെയ്യുന്ന പൊസിഷൻ ഉണ്ടാവും. അതായത് റിക്വയർമെന്റ് പോലെ കിടക്കുന്ന പൊസിഷൻ ഉണ്ടോ, ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്താക്കുക, ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താവും എന്ന് വെച്ചാൽ ഒരു ബേർഡൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്താവും ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരാൾ എടുക്കുന്നത് നിങ്ങളെ ബാധിക്കാതിരിക്കും. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ ഈ എടുക്കുന്ന ആളെ ക്വാളിറ്റി നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. രണ്ട്, ആ എടുക്കുന്ന ആളെ പൊസിഷൻ നിങ്ങൾക്ക് ഹൈലി ഡിമാൻഡ് ചെയ്യുന്ന സാധനമാണെന്നും കോംപ്ലിമെന്റ് നിങ്ങൾക്ക് ആ സ്കില്ല് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ സമയമില്ലാത്ത കേസ് ആണെന്നും തോന്നിയതിന് ശേഷം മാത്രം എന്താക്കുക, ആ ഒരു പോസ്റ്റിലേക്ക് എടുക്കുക. 3, അയാളെ കൃത്യമായി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എംപ്ലോയീസിന് എടുക്കുന്നത് എന്തായിരിക്കും, നമ്മളെ ടൈം അത്രത്തോളം നമുക്ക് അവിടെ സേവ് ചെയ്യാനും നമുക്ക് അത് എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുന്ന സമയത്ത് ചാടിക്കറി ചില ആൾക്കാർ ചെയ്യുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കമ്പനി തുടങ്ങി നാളെ ആളെ ഹയർ ചെയ്യാം. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് തുടങ്ങി നിങ്ങൾ തന്നെ കാര്യങ്ങളൊന്ന് പഠിച്ചു വരാനായിട്ട് പിന്നെ നിങ്ങൾ എംപ്ലോയീസിന് വെച്ചാൽ എങ്ങനെ നിങ്ങൾ ആ എംപ്ലോയിനെ ട്രാക്ക് ചെയ്യും? ഈസിയാണ്, എങ്ങനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം നിങ്ങൾ അത് ചെയ്യാതെ. സോ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായതിനു ശേഷം മാത്രം നിങ്ങൾ എന്താക്കുക, ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചാടി കയറി ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും മിസ്റ്റേക്സോ അവരെന്തെങ്കിലും എറേഴ്സ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇത് എന്താ എവിടെ പോയെ എങ്ങനെ പോയെന്നുള്ളത്. സോ ഇതാണ് നമ്മളെ ബേസിക്കലി ഒരു പുതിയൊരാളെ നമ്മളുടെ ടീമിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഇതേപോലെ നിങ്ങൾ ടീം മാനേജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താക്കാം ഐ ബട്ടണിൽ കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടപ്പിന്റെ ഒരു സീരീസ് പോലെ ഓൾറെഡി ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുള്ളി സ്ട്രക്ചർ കിട്ടും, എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഇതേപോലെ ബിസിനസ് റിലേറ്റഡ് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ആക്കി ചോദിക്കാം. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു.